ജയിച്ചിട്ട് വേണം ലുട്ടാപ്പിയെ ഒരു പാഠം പഠിപ്പിക്കാൻ. ഇക്കുറി മത്സരത്തിന് മായാവിയും. ചിഹ്നം പക്ഷേ മന്ത്രവടിയല്ല. തെരഞ്ഞെടുപ്പ് കാലം എത്തിയതോടെ സമൂഹത്തിൽ അറിയപ്പെടാത്ത പലരും സൂപ്പർ താരങ്ങളാകുന്ന കാഴ്ച പതിവാണ്. വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതിന്റെ പേരിൽ കോടതിയുടെ അനുകൂല വിധി വരികയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുൾപ്പെടുത്താൻ തയ്യാറാവുകയും ചെയ്തതോടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വൈഷ്ണ സുരേഷ് കേരളം മൊത്തം അറിയപ്പെടുന്ന വ്യക്തിയായി മാറിയിരിക്കുകയാണ്. എന്നാൽ പേരിലെ വ്യത്യസ്തത കൊണ്ട് വൈറലായി മാറിയ ഒരു പെൺകുട്ടിയാണ് ഇന്ന് 140 ന്യൂസ് പൊളിറ്റിക്സ് പരിചയപ്പെടുത്തുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന യുവതിയുടെ പേരാണ് ഇപ്പോൾ സൈബർ ലോകത്തെ ചർച്ചാ വിഷയമായിരിക്കുന്നത്. കൂത്താട്ടുകുളം നഗരസഭയിലെ 26-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥിയാണ് മായാവി. പ്രശസ്ത സ്റ്റാൻഡപ്പ് കൊമേഡിയനായ മായാവി പേരിന്റെയും ചുരുക്കപ്പേരിന്റെയും വ്യത്യസ്തത മൂലം സോഷ്യൽ മീഡിയയിൽ മായാവി എന്ന പേരിൽ ട്രോളുകളുടെ കേന്ദ്രബിന്ദുവായി മാറിയിരിക്കുകയാണ്. ട്രോളുകളോട് ഒട്ടും പരിഭവം കാട്ടാതെ തന്നെ സ്വന്തം പേജിൽ പങ്കുവച്ച് ആസ്വദിക്കുന്നതാണ് മായയുടെ സ്റ്റൈൽ. ട്രോളുകളെ ചിരിച്ചുകൊണ്ട് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നുണ്ട് സഖാവ് മായാവി. എന്നാലും കൊന്നിട്ട് പോടെ എന്ന രസകരമായ കുറിപ്പാണ് മായ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചെയ്തിരിക്കുന്നത്. ട്രോളുകൾ നിറഞ്ഞതോടെ മായ വാർഡിൽ മാത്രമല്ല സംസ്ഥാനത്താകെ പ്രശസ്തിയായിരിക്കുകയാണ്. ഇത്രയും വലിയ ഫ്രീ പബ്ലിസിറ്റി ഇതിനു മുമ്പ് ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന സംശയമാണ്. മായ പങ്കുവച്ച ട്രോളുകൾക്ക് താഴെ കമന്റുകൾ നിറയുകയാണ്. ജയിച്ചിട്ട് വേണം ലുട്ടാപ്പിയെ ഒരു പാഠം പഠിപ്പിക്കാൻ. ശ്രാങ്കിനോട് അന്വേഷണം പറയണം. വിജയ് ഭവ. ഞാൻ ആശാനെയും കൂട്ടി പ്രചാരണത്തിന് നേരത്തെ വന്നേക്കാം. അങ്ങനെ പോകുന്നു കമന്റുകൾ. ട്രോളുകളോട് മുഖം തിരിക്കാതെ അതെല്ലാം ആസ്വദിക്കാൻ കാണിക്കുന്ന മായയുടെ വലിയ മനസ്സിന് ആശംസകൾ നേരുന്നവരുമുണ്ട്. മായയുടെ സ്റ്റാൻഡപ്പ് കോമഡികൾക്ക് ആരാധകർ ഏറെയാണ്. സ്ഥാനാർത്ഥിയായതോടെ ഒരു ചാനലിലെ കോമഡി പരിപാടിയിൽ രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞതിന്റെ വീഡിയോ വീണ്ടും വൈറലായിട്ടുണ്ട്.